ഇപ്പോൾ വന്ന പ്രമോയിൽ ലാലേട്ടൻ നെവിനെ എടുത്തിട്ട് കൊടയെന്നാണ് സംഭവം. അതിൽ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ പ്രമോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ആ കാര്യം പറയാം. നെവിൻ പുറത്ത് പോയ കാര്യവും പിന്നീട് അകത്ത് വന്ന കാര്യവും ഒക്കെ നമുക്കറിയാം എന്താണെന്നുള്ളത്. പക്ഷേ നെവിൻ അകത്തേക്ക് വന്നത് ഒരുപാട് തവണ ബിഗ് ബോസിൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ചിട്ടാണ് അകത്തേക്ക് വന്നതെന്ന് ലാലേട്ടൻ നെവിൻ്റെ മുഖത്ത് നോക്കി പറയാണ്. നെവിൻ അപ്പോൾ അവിടെ അങ്ങ് കുറവായി പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്ഷമ പറഞ്ഞ് തെറ്റുപറ്റിപ്പോയി, അതിനോട് ക്ഷമിക്കണം, എന്നെ വീണ്ടും ബിഗ് ബോസിനകത്തേക്ക് കയറ്റി വിടണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചിട്ടാണ് വീണ്ടും ബിഗ് ബോസ് അകത്തേക്ക് കയറ്റി വിട്ടതെന്ന് ലാലേട്ടൻ അവിടെ കൃത്യമായിട്ട് പറയുന്നു. മറ്റു മത്സരാർത്ഥികൾ അത് കേൾക്കുന്നുണ്ട്, പ്രേക്ഷകരും അത് കേട്ട് കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെയാണ് നെവിൻ രണ്ടാമതും ബിഗ് ബോസിനകത്തേക്ക് കയറി വന്നത്. നെവിൻ്റെ ഇടയ്ക്ക് എന്താ കുറച്ച് വലിയ സംഭവമാണ് എന്നൊക്കെയുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ തീർന്ന്. കാരണം വീണ്ടും ബിഗ് ബോസിൻ്റെ കൈയും കാലും പിടിച്ച് അകത്തേക്ക് കയറി വന്നൊരു മത്സരാർത്ഥിയായി മാറിപ്പോയി നെവിൻ. ലാലേട്ടൻ അത് പറഞ്ഞപ്പോൾ അപ്പോഴായിരിക്കും മറ്റു മത്സരാർത്ഥികൾക്കോ പ്രേക്ഷകർക്കൊക്കെ മനസ്സിലായി ഇങ്ങനെ ഒരു ക്ഷമാപണമൊക്കെ നടത്തിയിട്ടാണ് നെവിൻ രണ്ടാമത് അകത്തേക്ക് കയറി എന്നുള്ളത്. എന്തായാലും ലാലേട്ടൻ അത് കൃത്യമായിട്ട് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദേഷ്യത്തിന് ഞാൻ പുറത്തേക്ക് പോവുക, ബിഗ് ബോസിനെ വെല്ലുവിളിച്ച് ഡോർ തുറക്കൂ, ഞാൻ പോവുകയാണ്, എന്നെ പുറത്തേക്ക് വിടൂ, അല്ലെങ്കിൽ ഇന്ന ആളുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ്. അതുകൊണ്ടായിരിക്കും ലാലേട്ടൻ പറഞ്ഞത് നിങ്ങൾ ക്ഷമ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രണ്ടാം അകത്തേക്ക് എത്തിയത്, ഇനി ഇത്തരം പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ളൊരു പ്രമോ ആണ് വന്നത്. നെവിനും കണക്ക് തീർത്ത് കിട്ടി ഈ ആഴ്ച.